ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു പവർ ബാങ്ക്, അതായത് ഒരു 25,000 mAh ഒരു നല്ലൊരു സ്മോൾ ആയിട്ടുള്ള ഒരു പവർ ബാങ്ക് നോക്കുന്നുണ്ടെങ്കിൽ വിത്ത് ഡിസ്പ്ലേ ഉള്ള പവർ ബാങ്ക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ആൻകറിൻ്റെ ഒക്കെ പവർ ബാങ്ക് ഒക്കെ നിങ്ങൾ അവൈലബിൾ ആണ്. 18,000 രൂപ, 17,000 രൂപ, 15,000 രൂപയൊക്കെയാണ് സാധനത്തിന് വരുന്നത്. ആൻകർ അതുപോലെ തന്നെ അങ്ങനത്തെ ചൈനീസ് ബ്രാൻഡുകളുടെ. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇന്ത്യൻ ബ്രാൻഡ് ഈ സംഭവം ഇതുപോലെ ഇറക്കുന്നുണ്ട്. സ്റ്റഫ് കൂൾ ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഷോർട്സ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും കുറച്ച് കാലം മുമ്പ്. അപ്പോൾ ഇതാണ് സംഭവം. സ്റ്റഫ് കൂളിൻ്റെ ജിഗാ മാക്സ് എന്ന സാധനമാണ്. 4,999 ആമസോണിൽ അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ടിൽ ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്യാം, അല്ലെങ്കിൽ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ബെസ്റ്റ് സാധനം എന്ന് പറയുമ്പോൾ പറയാട്ടെ, നമുക്ക് 100 വാട്ട് വരെ നമുക്ക് ഇതിൽ ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇൻക്ലൂഡിങ് നമുക്കൊരു കളർഫുൾ TFT ഡിസ്പ്ലേയും വരുന്നുണ്ട്. അതായത് നമുക്ക് എത്ര ചാർജ് എടുക്കുന്നുണ്ടെന്നൊക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതുകൊണ്ട് ലാപ്ടോപ്പ് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ഈ മോട്ടോറോള ലാപ്ടോപ്പ് ഇതുകൊണ്ട് ചാർജ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് സാംസങ്ങിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 2.0 സപ്പോർട്ട് വരുന്നുണ്ട്. ഗൂഗിൾ, ആപ്പിൾ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാം. BIS ഹോൾമാർക്ക്ഡ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ സംഭവം എടുത്ത് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ചു നോക്കിയിട്ടാണ്. അതാണ് സംഭവം. ചെറിയ സാധനമാണ്, മെറ്റാലിക് ഫിനിഷ്. കണ്ട മെറ്റൽ പോലെ തോന്നുമെങ്കിൽ മെറ്റൽ അല്ല കേട്ടോ, പ്ലാസ്റ്റിക് ആണ്. എനിക്ക് അത് മാത്രമാണ് ഒരു, പിന്നെ താഴെ റബ്ബർ ബാഡിങ് ഇല്ല, അത് മാത്രമാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത്. ബാക്കിയൊക്കെ സൂപ്പറാണ്. നമുക്ക് ഇതിൻ്റെ കണ്ടു ഒരു സ്റ്റിക്കർ ഉണ്ട്, പക്ഷെ ഡിസ്പ്ലേ വരണുണ്ടോ കണ്ടു. ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇൻബിൽഡായിട്ടൊരു ബ്രൈഡഡ് ആയിട്ടൊരു കേബിൾ ഉണ്ട്. നമുക്ക് ഇത് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ഹാൻഡിൽ ബാർ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. കണ്ടോ, ഇതാണ് സംഭവം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ സ്പെക്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയാം. ഇതിൻ്റെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ ഇതാണ് ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ. ഇങ്ങനെയാണ് ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ വന്നത് കണ്ടു. നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ ബോക്സ് കണ്ടായിരിക്കും. ഇതാണ് ഫ്രണ്ട് ഭാഗം വരുന്നത്. സൈഡ്, ബാക്ക് സൈഡിൽ അതിൻ്റെ കുറച്ച് സ്പെക്സും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഇത് മാർക്കറ്റഡ് ബൈ നിസാൻ എൻ്റർപ്രൈസ് ആണ്. നമുക്കിത് രജിസ്റ്റർ ചെയ്യുമ്പോൾ എക്സ്ട്രാ ഒരു 6 മാസത്തെ വാറണ്ടി കിട്ടുന്നുണ്ട്. പിന്നെ മാക്ബുക്കും എല്ലാ സംഭവങ്ങളും ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്പെക്സും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ബിൽഡിൻ ടൈപ്പ് സി കേബിൾ വിത്ത് 100 വാട്ട് PD ചാർജിങ് സപ്പോർട്ടുള്ള കേബിളാണ് ഇൻബിൽഡായിട്ട് നമ്മൾ വരുന്നത്. പിന്നെ നമുക്ക് സാംസങ്ങിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 2.0 സപ്പോർട്ട്, അത് ഞാൻ പറഞ്ഞതാണ്, ഇതിൻ്റെ ബാക്കിലുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് 100 വാട്ടിൻ്റെ PD PPS ഔട്ട്പുട്ട് അലൗഡാണ്. പിക്സൽ അതൊക്കെ നമുക്ക് 50% 30 മിനിറ്റിൽ ചാർജ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഒരു OnePlus നമ്മൾ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ വേറെ എൻ്റെ പിക്സലെന്ന് ഇതിലേക്ക് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ നെഗലിറ്റി കിട്ടാം. പിന്നെ ഒരു TFT ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 60 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ട്, അതായത് നമുക്ക് 60 വാട്ടിൽ ഈ പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് മോട്ടോറോളയുടെ 68 വാട്ടിൻ്റെ PD ചാർജർ ഉണ്ടല്ലോ, അതാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് കറക്റ്റായിട്ട് 60 വാട്ട് കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ ഉള്ളത് സാംസങ്ങിൻ്റെ 645 വാട്ടിൻ്റെ. അതായത് ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. OnePlus ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ സ്ലോ ആയിരിക്കും കേട്ടോ. OnePlus ബാക്കിയുള്ളതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ സ്ലോ ആയിരിക്കും. BIS സർട്ടിഫൈഡ് ആണ്, മെയ്ഡ് ഇൻ ഇന്ത്യ സംഭവമാണ് കേട്ടോ. അതായത് ഇമ്പോർട്ട് ചൈനയിൽ നിന്നല്ല. 25,000 mAh പവർ ആണ് ഇതിൻ്റെ സപ്പോർട്ട് വരുന്നത്. ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള 25,000 mAh പവർ ബാങ്ക് എന്ന് പറയുന്നത് ഇവർ പറയുന്നുണ്ട് ഇതിനെ. പിന്നെ BIS മാർക്കിങ്ങും സംഭവമൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ ഓൺലൈനിൽ പോയിട്ട് നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോഴത്തെ ഇതുപോലത്തെ നല്ല ബ്രാൻഡുകളുടെ പവർ ബാങ്ക് ഒക്കെ ഡെയിലി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഷസാമിൻ്റെ അവരുടെ വീഡിയോയിൽ കണ്ടു, ഡെയിലി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പണി കിട്ടുന്നത് ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഇപ്പോൾ ഇതൊക്കെ ഡെയിലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പവർ ബാങ്കുകളൊക്കെ എല്ലാം നമ്മുടെ എന്താ പറയുക, ഇതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എല്ലാം ചിപ്പ് കൺട്രോളായിട്ടുള്ള പവർ ബാങ്കുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പണ്ടത്തെ പവർ ബാങ്ക് പോലെയല്ല, നിങ്ങൾക്ക് നോർമലി നമ്മുടെ ഇപ്പോൾ ലാപ്ടോപ്പ് കൂടെ ചാർജ് ചെയ്യുന്ന പോലെ സാധനം ഉപയോഗിക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തായാലും വീട്ടിലുള്ളപ്പോൾ എന്തായാലും നിങ്ങളാരും എല്ലാ ദിവസവും പവർ ബാങ്ക് കൊണ്ട് ചാർജ് ചെയ്യില്ലാന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എന്താ വെച്ചാൽ പണ്ടത്തേതൊക്കെ ഇതുപോലെ എന്താ പറയുക വോൾട്ടേജ് കൺട്രോൾ അങ്ങനത്തെ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട്. പവർ ബാങ്കിലൊക്കെ നമുക്ക് എമർജൻസി പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. പക്ഷെ ഇപ്പോഴതൊക്കെ മാറി, ഇപ്പോൾ ടെക്നോളജി ഫുള്ള് മാറിയിട്ടാണ്. നല്ല സേഫ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോഴത്തെ. അത് ബ്രാൻഡഡ് ആയിട്ടുള്ള BIS സർട്ടിഫിക്കേഷൻ സംഭവമൊക്കെ ഉള്ള പവർ ബാങ്കുകളുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടല്ല. ലോക്കൽ സാധനമൊന്നും വാങ്ങിച്ചിട്ട് കംപ്ലൈൻറ്റ് വന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഐഫോണൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഐഫോണിൻ്റെ സർട്ടിഫിക്കേഷൻ ഉള്ള പവർ ബാങ്കുകളുണ്ട്. ബെൽക്കിൻ, ആൻകറിനൊക്കെ സർട്ടിഫൈഡ് ആണ്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ BIS സർട്ടിഫിക്കേഷൻ നോക്കിയാൽ മതി. ഭാരത് സ്റ്റാൻഡേർഡിൻ്റെ സർട്ടിഫിക്കേഷനാണത്. അപ്പോൾ ഇതാണ് എൻ്റെ സംഭവം. അപ്പോൾ ബോക്സിൽ നമുക്ക് ഒരു വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതേപോലത്തെ ഒരു പാക്കേജിംഗ് ആണ് സംഭവം വരുന്നത്. ഉണ്ടോ, ഇതിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങിലാണ് വരുന്നത്. ഇതിൽ നമുക്കൊരു വാറണ്ടി കാർഡ് ഉണ്ട്, ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്, വേറൊരു സംഭവമില്ല കേട്ടോ. അപ്പോൾ ഇത് ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഞാൻ ഇതിന് മുമ്പ് കുറച്ച് കാലം മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അത് ആക്ച്വലി ഞാൻ കസിന് വാങ്ങിച്ചു കൊടുത്തതായിരുന്നു. അത് പിന്നെ അന്ന് കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ അത് പക്ഷേ ഞാനതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നല്ല ഒരു പ്ലസ് പോയിൻ്റൊക്കെയാണ് പറഞ്ഞത്. കംപ്ലയിൻസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഞാൻ കുറച്ച് കാലമായി ഞാൻ ആൻകറിൻ്റെ ഒരു സാധനം നിങ്ങൾ കണ്ടായിരിക്കും ചിലപ്പോൾ ആമസോണിലൊക്കെ 18,000 രൂപയ്ക്കാണ് സാധനത്തിന് കേട്ടോ. ഇതേ സെയിം സാധനം തന്നെ ഇങ്ങനെ വലുതായിട്ട് നിങ്ങൾ ചിലപ്പോൾ കുറേ വീഡിയോ ഒക്കെ കണ്ടായിരിക്കും.
പക്ഷെ ഇതിനായിട്ടും വലുതുമാണ്, വില ഒരു മയയില്ലാണ്ടൊക്കെ കൂടിക്കണേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വേണ്ട വെച്ചത്. 18,000 രൂപ കൊടുത്തിട്ട് പവർ ബാങ്ക് വാങ്ങിക്കേണ്ട ഭ്രാന്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്കിപ്പോൾ ട്രാവലിംഗ് പർപ്പസിനൊക്കെ സൂപ്പറാണ്. വലിയ വെയിറ്റ് ഒന്നും ഇല്ല, അത് കാണുന്ന പോലെ ഒന്നും ഇഷ്ടക്കട്ട പോലെ ഉണ്ടെങ്കിലും പക്ഷെ വെയിറ്റ് ഒന്നും ഇല്ല. ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് ഒരു ടൈപ്പ് എ പോർട്ടും വരുന്നുണ്ട്, ഒരു ടൈപ്പ് സി പോർട്ടും വരുന്നുണ്ട്, പിന്നെ ഒരു ഇൻബിൽഡ് ആയിട്ട് ടൈപ്പ് സി കേബിളും വരുന്നുണ്ട്. അപ്പോൾ 2 ടൈപ്പ് സി പോർട്ട്, ഒരു ടൈപ്പ് എ പോർട്ടും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ക്ലീൻ ആണ്. ഇവിടെ സ്റ്റഫ് കൂളിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. ബാക്കിലായിട്ട് അവരുടെ കുറച്ച് സർട്ടിഫിക്കേഷൻ BI സർട്ടിഫിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വഴിയൊന്നുമില്ല, ചെറുതാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ ഇൻപുട്ട് ഔട്ട്പുട്ട് വാർച്ച് സപ്പോർട്ട് വരുന്നുണ്ട്, PPS ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. ഔട്ട്പുട്ട് USB Aയിൽ നമുക്ക് വരുന്നത് 5 വാട്ട് 3 ആംപിയർ, 9 വാട്ട് 2 ആംപിയർ, 12 വാട്ട് 1.5 ആംപിയർ. അതായത് മാക്സിമം 18 വാട്ടാണ് നമുക്ക് ടൈപ്പ് എ പോർട്ട് കൂടെ കിട്ടുക കേട്ടോ. ടൈപ്പ് സി ഓൾറെഡി പറഞ്ഞു 100 വാട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇതിൻ്റെ ചാർജിങ് കണ്ടീഷനൊക്കെ നമ്മൾ ഇണ്ടാണ്ടിരിക്കുമോ? എൻ്റെ സാംസങ് ആയിരുന്നു കിടന്ന് കാലിറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് നമ്മുടെ സാംസങ്ങിൻ്റെ S24 അൾട്രയാണ്. അപ്പോൾ ഞാനത് കുത്തി കാണിച്ചിട്ട് ഇതിൽ ആക്ച്വലി ഇപ്പോൾ 27% വരുന്നുള്ളൂ. നിങ്ങൾക്കത് കുത്തുമ്പോൾ തന്നെ സാംസങ്ങിൻ്റെ ടൈപ്പ് നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 2.0 സപ്പോർട്ടിനെ കാണിക്കില്ലോ. ഇതാ നിങ്ങൾക്ക് കാണാട്ടോ, കണ്ടോ? സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 2.0 നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ അത് എത്ര ചാർജ് എടുക്കുന്നുണ്ടെന്ന് നമുക്ക് ഇവിടെ കാണുകയും ചെയ്യാം. അത് വേറെ കാര്യം. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല. ഇത് TFT ആണ്. അപ്പോൾ അതുകൊണ്ട് ക്യാമറയിലൊക്കെ കിട്ടാൻ കുറച്ച് പാടാണ്. അതായത് 32.4 വാട്ട്. പിന്നെ പാടത്തിന് പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ട് കേട്ടോ. ഞാനത് എടുത്ത് കളഞ്ഞിട്ടില്ല. 32 വാട്ട് 31 വാട്ടൊക്കെയാണ് കിട്ടുന്നത്. മാക്സിമം ടൈമിലും ഈ S24 അൾട്രയൊക്കെ ഒരു 45 വാട്ട് സപ്പോർട്ട് പറയുന്നുണ്ടെങ്കിലും മാക്സിമം ഒക്കെയാണ് 40 വാട്ടൊക്കെ കിട്ടുന്നത് കേട്ടോ. അതായത് ചാർജർ ഉപയോഗിച്ചാലും സാംസങ്ങിൻ്റെ ചാർജർ ഉപയോഗിച്ചാലും അത് തന്നെ അവസ്ഥ. അപ്പോൾ മാക്സിമം ഇവരുടെ മിക്ക സമയത്തും 35 36 റേഞ്ചിൽ വാട്ടേജാണ് അവർ എടുക്കുന്നത്. പറയുമ്പോൾ ഇതിലിപ്പോൾ ബാറ്ററി ഇല്ല, ഉണ്ടോ 23% ഉള്ളൂ. എന്നിട്ട് പോലും അവർ 30 സംതിങ് ചാർജിങ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് ഉള്ള സംഭവമാണ്. പിന്നെ പിക്സൽ ആയിക്കോട്ടെ, ആപ്പിൾ ആയിക്കോട്ടെ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ, 20-25 അപ്പുറത്തേക്കൊന്നും പോവില്ല. പിന്നെ ഇതിൽ നമുക്ക് മോട്ടോറോളയുടെ മോട്ടോ ബുക്കിൽ കുത്തുമ്പോൾ കറക്റ്റ് 65 വാട്ട് എടുക്കുന്നുണ്ട്. ചാർജ് ചെയ്യുമ്പോഴും 60 വാട്ടിന് നമുക്കിതിൽ ചാർജിങ് സ്പീഡ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓവറോൾ നല്ലൊരു സാധനം. ഞാൻ ടാഗ് ചെയ്ത് വെച്ചേക്കാം. കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിൻ്റെ ഷോർട്സ് ഇട്ടിട്ട്, നമ്മൾ ഇതിൻ്റെ 3ാമത്തെ ചാനലാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നത്. ഇതിൽ ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ ഇതിൽ ഇടാമെന്ന് വിചാരിച്ചത്. 3ാമത്തെ ചാനലിൽ ഞാൻ അങ്ങോട്ട് വീഡിയോ ഇടുന്നില്ല. നമുക്ക് ടൈം ഞാനിപ്പോൾ ആകെ നമ്മുടെ ഈ ഫൈനാൻസും ഈ ആദ്യത്തെ 2 ചാനൽ മാത്രമേ നോക്കുന്നുള്ളൂ കേട്ടോ. 3ാമത്തെ ചാനൽ നോക്കുന്നില്ല. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. ഇതിപ്പോൾ ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ അന്ന് വാങ്ങിച്ച സമയത്ത് ഇത് ഫുൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. നിങ്ങൾക്ക് സ്റ്റഫ് കൂളിൻ്റെ സൈറ്റിലും അവൈലബിൾ ആണെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ഈസി ആമസോണിൽ വാങ്ങിക്കുകയാണ്. അപ്പോൾ സുഖമാണല്ലോ. അപ്പോൾ ഇത് പ്രൊമോഷൻ സംഭവം ഒന്നുമല്ലോ, അത് എടുത്ത് പറഞ്ഞോട്ടെ. ആദ്യം തന്നെ പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചതെന്ന് ഓൾറെഡി പറഞ്ഞ് വാങ്ങിച്ചതാണ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം.